ക്രിക്കറ്റിൽ 4 ടെസ്റ്റ് പരമ്പരകൾ നടക്കുക ഇപ്പോൾ. ഇന്ത്യയും ഓസ്ട്രേലിയയായിട്ട്, ഇംഗ്ലണ്ടും ന്യൂസിലൻഡുമായിട്ട്, വെസ്റ്റ് ഇൻഡീസും ബംഗ്ലാദേശുമായിട്ട്, ശ്രീലങ്കയും സൗത്ത് ആഫ്രിക്കയായിട്ട്. അതിലേറ്റവും രസമുള്ള റിസൾട്ടും വന്നു കഴിഞ്ഞു. കാരണം ഇന്ത്യയെ തോൽപ്പിച്ച ന്യൂസിലൻഡ് ഇംഗ്ലണ്ടിനോട് ആദ്യ ടെസ്റ്റിൽ അവിടെ തോൽക്കുകയാണ്. ന്യൂസിലൻഡ് തോറ്റു. നമ്മളാണെങ്കിൽ ന്യൂസിലൻഡിനോട് തോറ്റ് ഓസ്ട്രേലിയയിലെത്തിയിട്ട് മോശമല്ലാത്ത ഒരു ഓസ്ട്രേലിയൻ ടീമിനോട് തന്നെ നല്ല വിജയമാണ് ഒന്നാമത്തെ ടെസ്റ്റിൽ നേടിയിട്ടുള്ളത്. ആ ഒരു പെർത്തിലെ ടെസ്റ്റ് വിജയത്തിനെ എങ്ങനെയാണ് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത്? അത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു 5 വിജയങ്ങളിൽ ഞാൻ പെടുത്തു. എന്തായാലും ഇതിനു മുമ്പും ഒന്ന് പെർത്തിലായിരുന്നു 2008. അപ്പോഴും ഇതേപോലെ ഇന്ത്യ അവിടെ പെർത്തിൽ എത്തേണ്ടത് ആ മങ്കി ഗേറ്റ് പ്രശ്നത്തിന് ശേഷം, സിഡ്നി കഴിഞ്ഞ അടുത്ത കളിയായിരുന്നു പെർത്ത്. അപ്പോൾ അക്കാലത്തെ ബാക്ക് ഏറ്റവും ഫാസ്റ്റ് പിച്ചാണ്. അപ്പോൾ അതിൽ ഷോൺ ടേറ്റിനെ 4th സീമറായിട്ട് പിക്ക് ചെയ്തിട്ട് ഇന്ത്യയെ നശിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്താനമായിരുന്നു അവിടെ വെസ്റ്റ് ഓസ്ട്രേലിയൻ ന്യൂസ് പേപ്പറിലൊക്കെ. എന്നിട്ട് അധികം പേസ് ഇല്ലാത്ത ഇർഫാൻ പഠാനും RP സിംഗും പിന്നെ കുറച്ച് അത്യാവശ്യം പേസിൽ ഇഷാന്ത് ശർമ്മയും കൂടി 12-13 വിക്കറ്റ് എടുത്തിട്ട് ഇന്ത്യ ആ കളി ജയിച്ചു. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഈ ഓപ്റ്റ് സ്റ്റേഡിയത്തിൽ ഇതുവരെ ഓസ്ട്രേലിയ തോറ്റിട്ടുണ്ടായിരുന്നില്ല ഒരു മാച്ച്. ഒരുവിധം എല്ലാ മാച്ചും വളരെ എളുപ്പമായിട്ട് ജയിച്ച ഒരു സ്റ്റേഡിയമായിരുന്നു. പക്ഷെ ഒരു ഫാസ്റ്റ് പിച്ച് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയുടെ അടുത്ത് ജസ്പ്രീത് ബുംറ ഉണ്ട്, മുഹമ്മദ് സിറാജും, പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ഹർഷിത് റാണയും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏത് പിച്ചിലും ഇപ്പം ഇന്ത്യക്ക് ഏത് ടീമായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റും ഈ ഫാസ്റ്റ് ബോളേഴ്സ് കാരണം. അതുകൊണ്ട് എനിക്ക് ശരിക്കും അതൊരു ഞെട്ടിക്കലായിരുന്നില്ല. എന്താ വെച്ചാൽ ന്യൂസിലൻഡിനോട് തോൽക്കാൻ കാരണം പിച്ചസ് വളരെ മോശമാകുമ്പോൾ എപ്പോഴും 2 ടീമുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയും. ഒരു നല്ലൊരു പിച്ചിൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിക്കുകയായിരുന്നു. ഇപ്പം ഇതിനകത്ത് സ്ട്രാറ്റജിയിൽ വന്ന പിന്നെ ഒരു പാളിച്ച എന്ന് പറയുന്നത്, കാരണം ഇന്ത്യ ന്യൂസിലൻഡിനോട് തോൽക്കുന്നത്, കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഇത്രയും ആസൂത്രണം ഉണ്ടായിട്ട് കൂടി ഇന്ത്യ തോൽക്കുന്നത്, അതിൽ ആസൂത്രണത്തിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിയിലുള്ള പാളിച്ച എന്താണ്? സ്ട്രാറ്റജി ആണോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഇത് പലപ്പോഴും ഇന്ത്യ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ഹോം ടെസ്റ്റ് ഒന്നും പലതും തോറ്റിട്ട് തന്നെ ഇല്ല. എത്രയോ കൊല്ലം തോൽക്കാതെ പോയിട്ടുണ്ട്. ഇടയ്ക്ക് അവിടെ ഇവിടെ ഓരോ മാച്ച് തോൽക്കുന്നല്ലാതെ. പക്ഷെ ആ തോറ്റ മാച്ചുകളൊക്കെ ഇതേപോലത്തെ പിച്ചിലായിരുന്നു. ഈ ഒരു മോശം പിച്ച് എന്ന് പറഞ്ഞാൽ സ്പിന്നായിട്ടൊരു ബന്ധമില്ല. മോശം പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പിച്ചിൽ ആദ്യത്തെ 2-3 ദിവസം ബൗൺസ് വളരെ ഈവൻ ബൗൺസ് ആയിരിക്കും. ഇവിടെ മോശം പിച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെഷൻ തൊട്ട് തന്നെ ഒരു ബോൾ ചിലപ്പോൾ തലയുടെ മേലെ കൂടി പോവും, മറ്റേത് മുട്ടിന് താഴെ വന്ന് കൊള്ളും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസോടുകൂടി ബാറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു മോശം പിച്ച് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പിച്ചാകുമ്പോൾ വലിയൊരു നിലവാരമില്ലാത്ത ബോളേഴ്സ് വരെ അതിൽ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ സ്റ്റീവ് ഓക്കീഫ് 12 വിക്കറ്റ് എടുത്തു പൂനെയിൽ 2017. മൈക്കിൾ ക്ലാർക്ക് 20 കൊല്ലം മുമ്പ് 9 റണ്ണിന് 6 വിക്കറ്റ് എടുത്തു മുംബൈയിൽ 2004. അങ്ങനെയൊക്കെ പലതും സംഭവിക്കാം അങ്ങനത്തെ പിച്ചിൽ. ഇപ്രാവശ്യം അത് തന്നെ സംഭവിച്ചു. ആ ന്യൂസിലൻഡിൻ്റെ സ്പിന്നേഴ്സ് നമ്മളിപ്പോൾ ഒരു നല്ല പിച്ചിൽ കളിക്കുകയാണെങ്കിൽ എജാസ് പട്ടേലോ മിച്ചൽ സാന്റ്നറോ 8-9 വിക്കറ്റൊന്നും എടുക്കുന്ന ആൾക്കാരല്ല. പക്ഷെ എങ്ങനത്തെ ഒരു പിച്ച് വന്നപ്പോൾ അവർക്ക് ഒരു അനുകൂലമായി മാറി. ഈ മോശം പിച്ച് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു മോശം, നമ്മൾ സാധാരണ പറയാ പന്ത് ടേൺ ചെയ്യുന്നൊക്കെ പിച്ചിനെ സാധാരണ എല്ലാവരും വിലയിരുത്താൻ മോശം പിച്ചാണ്, മോശം പിച്ചാണ്. തീർച്ചയായിട്ടും അല്ല. എന്താ വെച്ചാൽ ഇന്ത്യ പന്ത് ടേൺ ചെയ്യുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ജയിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ അശ്വിനും ജഡേജയും അവരുടെ മികവ് കാരണം മാച്ച് ജയിച്ചത്. ഈ മോശം പിച്ച് എന്ന് പറയുമ്പോൾ ഈ ബൗൺസ് അണീവൻ ആകുമ്പോൾ ഒരു സ്പോട്ടല്ല. ഇപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇടുന്ന ഒരു ചവിട്ടിയുടെ ഏരിയ ഉള്ളൊരു ആ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ അതിൽ കുത്തിച്ചാൽ വിക്കറ്റ് കിട്ടുന്ന ഉറപ്പാണ്. എന്താ വെച്ചാൽ ബാറ്റ്സ്മാനും ബോളർക്കും അറിയില്ല എങ്ങടാ ബോൾ പോകാൻ പോകണമെന്ന്. അപ്പം അതിൽ ബോളറുടെ മികവല്ല ശരിക്കും. മറ്റേത് ഇന്ത്യ എത്രയോ മാച്ച് ടേണിംഗ് പിച്ചിൽ ജയിച്ചിട്ടുണ്ട്. അത് അശ്വിൻ്റെയും ജഡേജയുടെയും കഴിവ് കാരണം. അതിനു മുമ്പ് കുംബ്ലെയും ഹർഭജനും പിന്നെ ബേദി പ്രസന്ന ഇവരൊക്കെ അവരുടെ കഴിവ് കാരണം വിക്കറ്റ് എടുത്തത്. മറ്റേത് ഇപ്പം ആർക്കും വന്ന് എറിഞ്ഞ് വിക്കറ്റ് എടുക്കാന്നുള്ള സ്ഥിതി ഒരു മോശം പിച്ചാകുമ്പോൾ.
ഈ നമ്മൾ ഇപ്പോൾ ഈ പെർത്ത് ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ KL രാഹുലിൻ്റെ 63, അങ്ങനെ നമുക്ക് അതിൽ എടുത്തു പറയാൻ പറ്റിയ കുറേയധികം ഇൻഡിവിജ്വൽ ഇന്നിങ്സ് ഇല്ലേ. അതുപോലെ തന്നെ ബൗളിങ്ങിൽ ബുംറ ആ കളി ജയിപ്പിച്ചതിനെ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ഒക്കെ സെലക്ട് ചെയ്യുമെങ്കിലും ബുംറയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കളിക്കാരൻ. എന്നാൽ ബാറ്റിങ്ങിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഇതിന് പെർഫോമൻസിന് നമുക്ക് വിലയിരുത്താം? അല്ല, അതിൽ പലരും ഇത് ഈ ജയത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ ഒരുവിധം എല്ലാ ടീമിലും എല്ലാവരും എന്തെങ്കിലും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇന്നിങ്സിൽ പന്ത് കുറച്ചു നേരം ബാറ്റ് ചെയ്തു. രണ്ടാമത്തെ ഇന്നിങ്സിൽ ദേവ്ദത്ത് പടിക്കൽ 25 റണ്ണേ എടുത്തുള്ളൂ. പക്ഷെ ആ ഒരു പാർട്ട്ണർഷിപ്പ് കാരണം ഓസ്ട്രേലിയൻ ബോളേഴ്സ് കുറെ തളർന്നു. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ അതേപോലെ 29 റൺസായിട്ട് എടുത്തുള്ളൂ. പക്ഷെ കുറെ നേരം ബാറ്റ് ചെയ്തു. അപ്പം അങ്ങനെ പലരുടെയും ഒരു പങ്ക് വന്നിട്ടുണ്ട് ഇതിൽ. അത് ഹർഷിത് റാണ ബോളിങ്ങിൽ, പിന്നെ ബുംറ മാത്രല്ല, സിറാജ് ഒരു ഉഗ്രൻ 2-3 സ്പെല്ല് എറിഞ്ഞു. അപ്പൊ അങ്ങനെയല്ല. പിന്നെ കോഹ്ലിയുടെ സെഞ്ചുറി, ജയ്സ്വാല് ആദ്യത്തെ ടെസ്റ്റിൽ, ഓസ്ട്രേലിയയിലത്തെ ആദ്യത്തെ ടെസ്റ്റിൽ സെഞ്ചുറി അടിക്കണം. അപ്പൊ ഒരുവിധം എല്ലാവരും അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ രോഹിത് ശർമ്മ തിരിച്ചു വരികയാണല്ലോ ക്യാപ്റ്റനായിട്ട് വീണ്ടും ജോയിൻ ചെയ്യുന്ന സമയത്ത്. ഇപ്പം അതിൽ നമ്മുടെ ടീമിനകത്ത് രൂപപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നം ഓർഡർ ഓഫ് ബാറ്റിംഗ് ആണ്. അതിൽ തന്നെ ഈ പിന്നെ രാഹുലിൻ്റെ ഒക്കെ പ്രകടനം നന്നായതുകൊണ്ട് തന്നെ അതിലെങ്ങനെയായിരിക്കും ഒരു ഷഫ്ലിംഗ് അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിങ് ഉണ്ടാവും? എനിക്ക് തോന്നുന്നില്ല അധികം ഷഫിൾ ചെയ്യും. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പേർത്തിൽ രണ്ടാം ഇന്നിങ്സിൽ രാഹുലും ജയ്സ്വാലും കൂടി 201 റണ്ണാണ് പാർട്ട്ണർഷിപ്പ്. ആ ഒരു പാർട്ട്ണർഷിപ്പിനെ അവർ മാറ്റാൻ സാധ്യതയില്ല. അപ്പോൾ കഴിഞ്ഞൊരു 4 കൊല്ലമായിട്ട് രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യയുടെ ഒരു ഓപ്പണർ. പക്ഷെ രോഹിത് തുടങ്ങിയത് നമ്പർ 6 ബാറ്റ്സ്മാൻ ആയിട്ടാണ്. ഇപ്പോഴും രോഹിത്തിന്റെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആവറേജ് ചെയ്യേണ്ടത് 54 ആവറേജ് ഉള്ളത് നമ്പർ 6 പൊസിഷനിലാണ്. പിന്നെ ഇപ്പൊ തീരെ ഔട്ട് ഓഫ് ഫോം ആണ്. കഴിഞ്ഞ 10 ഇന്നിങ്സിൽ 133 റണ്ണേ എടുത്തിട്ടുള്ളൂ. അങ്ങനത്തെ ഒരാൾക്ക് നമ്പർ 6 ശരിക്കും നല്ലൊരു സ്പോട്ട്. എന്താ വെച്ചാൽ അപ്പോൾ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴേക്കും പ്രത്യേകിച്ച് പിങ്ക് ബോൾ ഭയങ്കര മൂവി ഉണ്ട്, ലൈറ്റ്സിന്റെ ഡേ നൈറ്റ്. അപ്പൊ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ടഫായിരിക്കും. അത് നമ്പർ 6 ആയി വരികയാണെങ്കിൽ ബോൾ അപ്പോഴേക്കും കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അത്ര സ്വിങ് ചെയ്യൊന്നുമില്ല. അപ്പൊ ബാറ്റിംഗ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ രോഹിത്തിനും ടീമിനും അത് തന്നെ ആയിരിക്കും നല്ലത്. ഗില്ല് കളിക്കാൻ സാധ്യത, ഗില്ല് കളിക്കും എന്തായാലും. ഗില്ല് നമ്പർ 3 കളിക്കും, കോഹ്ലി 4. പിന്നെ ഇപ്പൊ പറയുന്നത് ചിലപ്പോ രോഹിത് 5 വരും, പന്ത് 6 ആയിരിക്കും. ഞാൻ പക്ഷെ എന്തായാലും രോഹിത്തിനെ 6 വെക്കുള്ളൂ. എന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പിന്നെ രോഹിത്തിന്റെ ഏറ്റവും നല്ല റെക്കോർഡ് ഉള്ളതും ഈ 6ാം പൊസിഷനിലാണ്. നമ്മൾ ഈ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് ഗൗതം ഗംഭീർ കോച്ചായിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ മാറ്റം, അതായത് ഒരു ട്രാൻസിഷന്റെ ഒരു പീരീഡ് ആയിരിക്കും ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജയ്സ്വാള്, ഗില്ല്, അതായത് യങ്സ്റ്റേഴ്സിന്റെ ഒരു വലിയൊരു തിളക്കവും കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ ഓസ്ട്രേലിയയിൽ എത്രമാത്രം സജീവമായിരിക്കും? അത് ഓസ്ട്രേലിയയിൽ പോയി നന്നായി കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരന് എവിടെ വേണമെങ്കിലും നന്നായി കളിക്കാൻ പറ്റും. അത് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ടൂറാണ്. ഇപ്പൊ ഗില്ല് തന്നെ കഴിഞ്ഞ ടൂറിലാണ് ഡെബ്യൂ ചെയ്യുന്നത്. അവിടെ 250 അടിച്ചു. അതിൽ ഒരു 91 റൺ കാരനാണ് നമ്മൾ ഗാബയിൽ ടെസ്റ്റ് ജയിച്ചത് കഴിഞ്ഞ ടൂറിൽ. അതിന് 32 കൊല്ലമായിട്ട് ഒരു ടീം അവിടെ പോയി ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു പ്രദർശനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇയാള് ഒരു ഭാവിയിൽ ഇന്ത്യക്ക് 10-15 കൊല്ലം കളിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരനാണ്. അതേപോലെ ഇപ്പൊ ജയ്സ്വാൽ പെർത്തിൽ സെഞ്ചുറി അടിച്ചു. പിന്നെ ഇപ്പൊ ഹർഷിത് റാണ പുതുതായിട്ട് എല്ലാവരും പരിഹസിച്ചതാണ് KKRന്റെ IPL ബോളറെ ടെസ്റ്റിലെടുത്തു. പക്ഷെ ഇവരെന്തോ കണ്ടിട്ടുണ്ട്, ഇയാൾക്ക് എന്തോ ഒരു മികവുണ്ട്, അത് നോക്കിയിട്ട് സെലക്ട് ചെയ്തതാണ്. അതിപ്പോ കാണിക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇനിയും കളിക്കാർ വരാണ്ട്. വാഷിംഗ്ടൺ സുന്ദർ ഇതേപോലെ എനിക്ക് വലിയൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അശ്വിന്റെ സ്ഥാനം എടുത്ത് കളിക്കുന്നത്. പക്ഷെ കിട്ടിയ ചാൻസിൽ നന്നായി കളിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ സ്ഥിതിയും വളരെ ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട് ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ ഏതാണ്ട് വെൽ ബാലൻസ്ഡ് ആയ ഒരു ടീമാണ് പെർത്തിൽ തോൽക്കുന്നത്. ഇനിയിപ്പം ഈ പുതിയ ടെസ്റ്റിൽ എന്തായിരിക്കും അവരുടെ ഒരു പ്രായമായ ടീമാണ്, അതൊരു വലിയൊരു പ്രശ്നം. ഇപ്പൊ തന്നെ ജോഷ് ഹേസൽവുഡ് പുറത്താണ് 2ാമത്തെ ടെസ്റ്റ്, സൈഡ് സ്ട്രെയിനും ഇതായിട്ട്. ഈ ഫാസ്റ്റ് ബോളേഴ്സിനൊക്കെ അതിലേറ്റവും ചെറുപ്പമായിട്ടുള്ള പാറ്റ് കമിൻസിന് തന്നെ ഇപ്പൊ 31 വയസ്സായി.
പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതിൽ എത്രയോ മേധയാണ്. ഹേസൽവുഡ്, സ്റ്റാർക്ക്, നേത്തൻ ലയൺ 38 വയസ്സൊറ്റയായി. ബാറ്റ്സ്മാനും അതേപോലെ തന്നെ. ഖവാജിക്ക് 38, സ്മിത്തിന് 34, 35. എല്ലാവരും 30 കടന്ന് പോയവരാണ്. അപ്പോൾ പിന്നെ ആരും വരുന്നുമില്ല പുതിയ. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഇപ്പൊ ജയ്സ്വാൾ, ഗിൽ, റാണ ഇവരൊക്കെ ടീമിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇപ്പൊ പണ്ട് റിക്കി പോണ്ടിങ് അല്ലെങ്കിൽ മൈക്കിൾ ക്ലാർക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ 22, 23 വയസ്സിലാണ് ടീമിൽ വന്നത്. ആ ഒരു നിലവാരമുള്ള ഒരു ബാറ്റ്സ്മാനും ബോളറും അതെ അങ്ങനെ ആരും ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ കാണുന്നില്ല. ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യന്റെ സാധ്യതകൾ എങ്ങനെയായിരിക്കും ഈ ഓസ്ട്രേലിയൻ ഈ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോൾ? ഇനിയും എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും 2 മാച്ച് ചിലപ്പോൾ ജയിക്കേണ്ടി വരും ഈ സീരീസിൽ. എന്താ വെച്ചാൽ ഓസ്ട്രേലിയക്ക് ഇനിയും ശ്രീലങ്കയിൽ പോകണം. അത് തീർച്ചയായിട്ടും അവർക്കൊരു ടഫായിട്ടുള്ള സീരീസ് ആയിരിക്കും. അവിടെ ശ്രീലങ്കയിൽ എന്തായാലും സ്പിൻ ചെയ്യണ പിച്ചസിൽ അതിൽ നന്നായി കളിക്കാനുള്ള കളിക്കാർ ശ്രീലങ്കയ്ക്ക് ഉണ്ട്. ശ്രീലങ്ക ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ തോൽക്കും. അപ്പൊ സൗത്ത് ആഫ്രിക്ക മിക്കവാറും ഫൈനലിൽ എത്തും. എന്താ വെച്ചാൽ അവരുടെ ഇനിയുള്ള ബാക്കിയുള്ള സീരീസ് പാകിസ്ഥാനായിട്ട് അവരുടെ ഹോം സീരീസ്, അവര് പാകിസ്ഥാൻ എന്തായാലും തോൽപ്പിക്കും, ശ്രീലങ്കയും തോൽപ്പിക്കും. അപ്പൊ അവര് മിക്കവാറും ഫൈനലിൽ ഉണ്ടാവും. പിന്നെ ഇന്ത്യ ഓസ്ട്രേലിയ സീരീസ് ആര് ജയിക്കണോ ആ ടീമായിരിക്കും മിക്കവാറും 2ാമത്തെ ടീം. അപ്പൊ ഇനിയും 4 ടെസ്റ്റ് ബാക്കിയുണ്ടല്ലോ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2020 ഒരു വമ്പിച്ച ആധിപത്യം അത് വരുന്നതോടുകൂടി ബാറ്റിംഗ് ബൗളിംഗ് സ്റ്റൈലൊക്കെ മാറി. മാത്രമല്ല ബാറ്റിങ്ങിൽ ഒരു ക്ഷമ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു പ്രസക്തി ഇല്ലല്ലോ 2020 ആകുമ്പം. ഇപ്പം നമ്മളിപ്പം ടെസ്റ്റ് ഈ 4 ടെസ്റ്റ് ക്രിക്കറ്റുകൾ നമ്മളിപ്പോൾ സംസാരിച്ച 4 ടെസ്റ്റ് ക്രിക്കറ്റുകളിലും വളരെ ക്ഷമയോടുകൂടി ബാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ വീണ്ടും ഒരു നവജീവൻ വരുന്ന രീതിയിലുള്ള കളികൾ കാണുന്നുണ്ട്. അല്ല, ഇതിപ്പോൾ ഒരു 2020 കാരണം പല നല്ല കാര്യങ്ങളും ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജയ്സ്വാൾ നോക്കിക്കഴിഞ്ഞാൽ ജയ്സ്വാൾ വെറും ഒരു T20 ബാറ്റ്സ്മാൻ അല്ല. പെർത്ത് ആ ഇന്നിങ്സിൽ എത്രയോ നേരം വളരെ സൂക്ഷ്മമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. പക്ഷെ ഒരു ലൂസ് ബോൾ കിട്ടി അത് 4ഓ 6ഓ അടിക്കാൻ അറിയാം. അത് IPL ആ ഒരു എന്താ പറയുക ഒരു മസിൽ മെമ്മറി പോലെയാണ്. ആ ലൂസ് ബോൾ കണ്ടാൽ അത് അടിക്കും. അത് ഒരുവിധം ഇപ്പോഴത്തെ എല്ലാ കളിക്കാർക്കും അതുണ്ട്. അവർക്ക് ഏറ്റവും നല്ല കളിക്കാർക്ക് ഡിഫെൻഡ് ചെയ്യാനും അറിയാം. പക്ഷെ ആ ലൂസ് ബോൾ കിട്ടിയാൽ അവർക്കത് മാക്സിമം റൺസ് എടുക്കാനും പറ്റും. പിന്നെ ബുംറ പോലത്തെ ബോളർമാർ IPL കളിച്ചത് കാരണം അവർക്ക് ആ സ്ലോവർ ബോള് മറ്റേ പലതരം 4 തരം കട്ടേഴ്സ് ഇതൊക്കെ IPL അല്ലെങ്കിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ പല മാറ്റങ്ങളും നല്ല മാറ്റങ്ങൾ അത് കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ വന്നിട്ടുണ്ട്.